പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പൗരുഷൻ TV പ്രേക്ഷകർക്ക് സ്നേഹവന്ദനം. നല്ല ഇടയൻ, ദ ഗുഡ് ഷെപ്പേർഡ് എന്ന ദൈവവചന ശുശ്രൂഷ പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം വരുന്ന സമയങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഈ ദൈവവചന ശുശ്രൂഷയിൽ കൂടെ അനേകരെ നേടുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും സർവകൃപാലുവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഗുഡ് ഫ്രണ്ട് ഗോസ്പൽ ടീം എന്ന സുവിശേഷ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ദൈവവചന ശുശ്രൂഷ ലോകമെമ്പാടുമുള്ള പൗർവിഷൻ TV ചാനൽ പ്രേക്ഷകർക്കും ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ദൈവമക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രാരംഭ ദിനത്തെ ദൈവവചന ശുശ്രൂഷ നല്ല ഇടയൻ എന്ന തീമോടുകൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവവചനമായിട്ട് കടന്നു വരണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ദൈവവചനത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള ദൈവവചന ഭാഗത്തു നിന്നും നിങ്ങളോട് സംസാരിക്കണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശു ഇങ്ങനെ പറയുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് നാം ഈ ഭാഗത്ത് വായിച്ചു കേട്ടത്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുകയുണ്ടായി. നല്ലത് എന്നതിൻ്റെ അർത്ഥം ഗുണമേറിയത്, മേന്മയേറിയത് എന്നുള്ളതാണ്. നല്ല ഇടയനായ യേശുവിനെയാണ് നാം ഈ ഭാഗത്തിൽ കൂടെ കാണുവാൻ ഇടയാകുന്നത്. ഇടയൻ, ഷെപ്പേർഡ്, ഹീബ്രുവിൽ റോ ഏഹ് എന്ന ഈ പദപ്രയോഗം പഴയ നിയമത്തിൽ തന്നെ ഏകദേശം 62 പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഗ്രീക്കിലേക്ക് നാം വരുമ്പോൾ പൊയ്മീൻ എന്ന പദപ്രയോഗത്തിൽ കൂടെ നമുക്ക് ഇടയൻ എന്ന മേഖലയിലേക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. പിതാവാൻ ദൈവത്തെ ഇടയനായി ചിത്രീകരിച്ചിട്ടുള്ള അനേക വേദഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 24-ാം വാക്യത്തിൽ യാക്കോബാണ് ആദ്യത്തെ പരാമർശം നടത്തുന്നത്. ഇസ്രയേലിന്റെ പാറയായ ഇടയൻ എന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പ്രധാനമായും സഭയുടെ അധ്യക്ഷന്മാരെ ഇടയനായും എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇടയവൃത്തി യഹൂദന്മാരുടെ ഇടയിൽ വളരെ മാന്യമായ ഒരു ജോലിയായി കരുതപ്പെട്ടിരുന്നു. ഹാബേൽ ഇടയനായിരുന്നു. കൂടാതെ ഗോത്രപിതാക്കന്മാരൊക്കെയും ഇടയന്മാരായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യം, 26-ാം അധ്യായം 20-ാം വാക്യം, ഇതൊക്കെ നമുക്ക് ഈ മേഖലയിൽ സൂചന നൽകുന്ന വേദഭാഗങ്ങളാണ്. വലിയ ആട്ടിൻകൂട്ടങ്ങളിൽ ഇടയന്മാർക്ക് ചില പ്രത്യേക പദവി നൽകിയിരുന്നതിനാൽ ഏറ്റവും ഉയർന്ന പദവിയായിരുന്നു ആടുകളുടെ മേൽവിചാരകൻ എന്ന് ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിന് സാദൃശ്യമാണ്. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് നാം ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു. ഗാനകവൃന്ദങ്ങളുടെ നേതാവായിരുന്ന ആസാഫും തൻ്റെ 80-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രയേലിന്റെ ഇടയനായുള്ളോവേ എന്നാണ്. അതിലുപരിയായി വലിയ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൽ 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഒരു ഇടയനെ പോലെ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യും. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനും സഭയ്ക്കും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുവാൻ
കർത്താവ് ഉപയോഗിച്ച സാദൃശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടയനും ആടുകളും. പുതിയ നിയമ സഭയാം ആടുകളുടെ നല്ല ഇടയനാണ് യേശു കർത്താവ് എന്ന് നമ്മുടെ കുറിവാക്യമായ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ കൂടെ യേശു തമ്പുരാൻ തന്നെ ഉച്ചസ്ഥിരം പ്രഘോഷിക്കുന്നു. ഇടയൻ എന്ന നിലയിൽ യേശു കർത്താവിനെ 3 തരത്തിൽ പുതിയ നിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഒന്നാമതായിട്ട് നല്ല ഇടയൻ. നാം വായിച്ച നമ്മുടെ കുറിവാക്യം യോഹന്നാൻ 10:11-ാം വാക്യം 14-ാം വാക്യം. 2 വലിയ ഇടയൻ, എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. 3 ശ്രേഷ്ഠ ഇടയൻ അഥവാ ഇടയ ശ്രേഷ്ഠൻ, 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യം. പവർ വിഷൻ TV ചാനലിലൂടെ ഈ ഗുഡ് ഫ്രണ്ട് ഗോസ്പൽ ടീമിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ദൈവവചന ശുശ്രൂഷയുടെ പേര് തന്നെ നല്ല ഇടയൻ എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ലോകരക്ഷകനായ യേശുവിനെ നല്ല ഇടയൻ എന്നുള്ള യേശുവിൻ്റെ പ്രഖ്യാപനത്തിൽ കൂടെ ഈ പ്രേക്ഷകർക്ക് ചൂണ്ടിക്കാണിക്കുകയും അതിലൂടെ അസമാധാനം നിറഞ്ഞ, അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്താൽ സമാധാനവും ആശ്വാസവും കണ്ടെത്തി ദൈവകൃപയിലേക്ക് വരുവാൻ നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം വായിച്ചു കേട്ട ഭാഗത്ത് പ്രധാനമായും 3 ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യവും അതിന്റെ 15-ാം വാക്യവും നാം ഇങ്ങനെ കാണുന്നു: നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഒന്നാമതായിട്ട് നല്ല ഇടയന്റെ പ്രത്യേകത, തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ് ഈ യേശു കർത്താവാകുന്ന നല്ല ഇടയൻ. ആനുകാലിക ലോകം വിവിധ നിലകളിൽ മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്, നഷ്ടപ്പെടുത്തുകയാണ്. അത് വിവിധ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവാം. ആരും തങ്ങളുടെ ജീവൻ കൊടുത്ത് മറ്റൊരാളെ രക്ഷിക്കുന്നത് നാം കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. എന്നാൽ യേശു കർത്താവ് പറയാണ്, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. കൂലിക്കാരൻ ആടുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ വരുന്ന ദുഷ്ടജീവികളെ കാണുമ്പോൾ വിട്ടേച്ച് ഓടിപ്പോകുന്നു. എന്നാൽ നല്ല ഇടയൻ തൻ്റെ ജീവൻ അവഗണിച്ചുകൊണ്ട്, തൻ്റെ ജീവൻ ചിന്തിക്കാതെ ആ ദുഷ്ടജീവിയോട് പൊരുത് തൻ്റെ ആടുകളെ നേടുകയാണ്. ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, താങ്കൾ വിവിധ നിലകളിൽ ഓടുന്ന, അധ്വാനിക്കുന്ന ഒരാളായിരിക്കാം. ഒരു കാര്യം ഓർക്കുക, നമുക്കൊരു ആപത്തോ അനർത്ഥമോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോൾ ഈ ലോകത്തിൽ ആരും നമ്മളുടെ കൂടെ നിൽക്കുകയില്ല. അവരെല്ലാവരും അവരവരുടെ ജീവൻ, അവരവരുടെ ആരോഗ്യം, അവരവരുടെ അവസ്ഥ അറിഞ്ഞ് തക്കം നോക്കി അവർ രക്ഷപ്പെടും. എന്നാൽ നമ്മുടെ കൂടെ ഏതു സമയത്തും നിൽക്കുന്നത് ഈ നല്ല ഇടയനാകുന്ന യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ദൈവവചനത്തിൽ നിന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും വിധത്തിൽ നല്ല ഇടയനാകുന്ന യേശുവിനെ കണ്ടുമുട്ടാതെ ഓടുന്നവർ, അധ്വാനിക്കുന്നവർ ഇന്ന് എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ യേശുവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ അടുത്തു വരിക. നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറാകുന്ന ഒരു യേശുവിനെ, ഒരു നല്ല ഇടയനെ കണ്ടുമുട്ടുക. ആ നല്ല ഇടയനുമായി ഒരു ബന്ധത്തിലാവുക. ആ നല്ല ഇടയനുമായി മുൻപോട്ട് യാത്ര ചെയ്യുക. ആ നല്ല ഇടയനാകുന്ന യേശുവിനെ പരിചയപ്പെടുവാൻ ഇപ്പോൾ നമുക്കൊരു അവസരം ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നാം നഷ്ടപ്പെടുത്താതെ നാം ദൈവവചനത്തിൽ കൂടെ അടുത്തു വരുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഈ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുക മാത്രമല്ല, അത് താൻ തെളിയിക്കുകയും കൂടെ ചെയ്തു. അതാണ് ഈ അടുത്ത സമയത്ത് നാം കണ്ട കാൽവറിയിലെ യേശുവിൻ്റെ പരമയാഗം എന്ന് പറയുന്നത്. യേശുക്രിസ്തു തൻ്റെ ജീവൻ തനിക്ക് വേണ്ടി തന്നെ പ്രതീക്ഷിച്ച് തന്നിൽ വിശ്വാസം അർപ്പിച്ച, അല്ലെങ്കിൽ തൻ്റെ ജനനത്തിന് മുമ്പേ ദൂതന്മാരാൽ പ്രഖ്യാപിക്കപ്പെട്ട, സകല ജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്ന ദൂതന്മാരാൽ വിളിച്ചറിയിക്കപ്പെട്ട ആ സദ്വാർത്താനം എങ്ങനെയാണ് കൊടുത്തത്? തൻ്റെ ജീവൻ താൻ കാൽവറിയിൽ യാഗമാക്കി. അത് വെറും വാക്കു മാത്രമല്ല,
യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ട് ഈ നല്ല ഇടയൻ തൻ്റെ ജീവൻ നൽകുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ താങ്കളുമായി പങ്കിടുന്ന ഈ ദൈവത്തിന്റെ വചനം അഥവാ ഈ നല്ല ഇടയൻ എന്ന യേശുവിനെ താങ്കൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് പറയുക മാത്രമല്ല, അത് തെളിയിച്ച് എനിക്കും താങ്കൾക്കും വേണ്ടി ഈ ജീവൻ നൽകി നമ്മളെ രക്ഷയുടെ പദ്ധതിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നവനാണ്. ഒന്നുകൂടെ ഞാൻ ഇറങ്ങിപ്പറയട്ടെ, കൊടുത്തവനാണ്. തന്മൂലം നമുക്കും ആ ജീവൻ പ്രാപിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ഈ പ്രസ്തുത ഭാഗത്ത് കാണുന്ന ചിന്ത എന്ന് പറയുന്നത് അതിന്റെ 14-ാം വാക്യമാണ്. 10:14 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുന്നു. നാം ഓർക്കുക, അന്യോന്യം തിരിച്ചറിയണമെങ്കിൽ ഒരു തുടർമാനമായ ബന്ധം വേണം. താങ്കൾ ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തി ആയിരിക്കാം. ക്രിസ്തീയ സഭയുടെ, താങ്കൾ നിൽക്കുന്ന സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യ പങ്കിൽ ഏർപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളായിരിക്കാം. ഒരു കാര്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നല്ല ഇടയനാകുന്ന യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധം താങ്കൾക്കുണ്ടോ? താങ്കൾക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. സഭയുടെ ക്രൈസ്തവ സമിതി മേഖലകളിൽ താൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ടാവാം. ഗായക സംഘത്തിലെ ഒരു നല്ല കോറിസ്റ്റർ ആയിരിക്കാം, സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കാം, യുവജന പ്രസ്ഥാനത്തിലോ മറ്റ് സംഘടനകളിലോ ഒക്കെ പങ്കെടുക്കുന്ന ആളായിരിക്കാം, നേതൃത്വം കൊടുക്കുന്ന ആളായിരിക്കാം. പക്ഷേ താങ്കളുടെ ശബ്ദം ഇടയനാകുന്ന യേശു തിരിച്ചറിയുന്നുണ്ടോ? താങ്കൾക്ക് ഇടയനാകുന്ന യേശുവിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വിശുദ്ധ വേദം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെ അത്രേ. യേശുവുമായിട്ടുള്ള അഭേദ്യമായ വ്യക്തിപരമായ ബന്ധത്തിൽ വരാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്നതെല്ലാം വൃഥാവാണെന്നും വിശുദ്ധ പൗലോസ് നമ്മെ തന്റെ ലേഖനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്ക് ഈ നാളുകളിൽ കടന്നു വരാം. അതായത് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇടയൻ തിരിച്ചറിയുന്നു, ഇന്നയാൾ, ഇന്ന വ്യക്തി ലോകത്തിന്റെ ഈ കോണിലിരുന്നു കൊണ്ട്, ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട്, ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞെരുങ്ങുന്നു, സങ്കടപ്പെടുന്നു, കരയുന്നു, വിഷമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് എൻ്റെ പൈതലാണ് എന്ന് ഇടയൻ തിരിച്ചറിയുന്നു. 5000-വും 10,000-വും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ ഇത്രയും കുട്ടികളുടെ ശബ്ദങ്ങളും ആരവാരവും ഉണ്ടെങ്കിലും തൻ്റെ കുട്ടി പുറത്തു വന്ന് അപ്പ, അമ്മ എന്ന് വിളിക്കുമ്പോൾ കുട്ടിയെ കാത്തു നിൽക്കുന്ന അപ്പനും അമ്മയ്ക്കും ആ തൻ്റെ കുഞ്ഞിന്റെ ശബ്ദം തിരിച്ചറിയാം. എന്താണ്? അവർ തമ്മിലുള്ള രക്തബന്ധം, അതാണ് മാതൃപിതൃബന്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എത്തിച്ചേരുമ്പോൾ അഭേദ്യമായ ബന്ധമുണ്ടാവണം. ഈ ബന്ധത്തിനൊരു വിള്ളലും വരുവാൻ സാധിക്കുകയില്ല. ആ നിലയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ച ആ ഭാഗം വിടട്ടെ. താങ്കൾ യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ എങ്ങനെ നിൽക്കുന്നു? താങ്കളുടെ ശബ്ദം യേശു കർത്താവിന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? താങ്കൾക്ക് യേശുവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെങ്കിൽ താങ്കളോട് അനേക സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ, താങ്കൾ കടന്നുപോയ ജീവിതത്തിന്റെ പരിപരുത്ത അവസ്ഥകളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ താങ്കൾക്ക് ആ ദൈവശബ്ദം കേൾക്കാൻ, തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം ആ ശബ്ദം അപരിചിതമായ ശബ്ദമായി മാറിയത് കൊണ്ടായിരിക്കാം അത് തിരിച്ചറിയാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നു? ഒരുപക്ഷെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടായിരിക്കാം പ്രിയപ്പെട്ട അമ്മ ഈ ശബ്ദം അല്ലെങ്കിൽ ഈ ദൈവന ശുശ്രൂഷ ശ്രവിക്കുന്നത്. അല്ല, പല സാഹചര്യങ്ങളിലായിരിക്കാം. താങ്കൾ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കാം ഈ ദൈവവചനം കേൾക്കുന്നത്. എവിടെയും ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം താങ്കളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുക. ഈ നല്ല ഇടയനുമായിട്ടുള്ള ബന്ധത്തിൽ എത്തിച്ചേരുക. അങ്ങനെയാകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ശബ്ദം നമ്മുടെ യേശു അപ്പച്ചൻ, നമ്മുടെ നല്ല ഇടയൻ കേട്ട് തിരിച്ചറിഞ്ഞ് ആ ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
മൂന്നാമത്തെ ചിന്ത ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് അതിന്റെ 10-ാം അധ്യായം 28-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു. നിത്യജീവൻ. വചന ശുശ്രൂഷയുടെ ആമുഖത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഇന്ന് ലോകം ജീവൻ എടുക്കുകയാണ്. ഏത് തരത്തിലുള്ള നിലയിലാണെങ്കിൽ പോലും ജീവൻ എടുക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, യേശു തൻ്റെ ജീവൻ കൊടുക്കുക മാത്രമല്ല, നാമുമായിട്ടൊരു അഭേദ്യമായ ബന്ധത്തിൽ എത്തുക മാത്രമല്ല, തൻ്റെ ആടുകൾക്ക്, തൻ്റെ സഭയാം കുഞ്ഞാടുകൾക്ക് താൻ നിത്യജീവൻ കൊടുക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഈ ലോകത്തിൽ മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റാത്തത്, മറ്റൊരാളും വാഗ്ദത്തം ചെയ്തിട്ടില്ലാത്തത്, മറ്റൊരാളും വാഗ്ദാനം ചെയ്യാത്തത്, അതിലുമുപരി ലോകത്തിൽ ഒരാൾക്കും എടുത്തു മാറ്റാൻ പറ്റാത്തത്, ഇതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കാട്ടെ. ഈ ഒരു നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ ഈ നല്ല ഇടയൻ ശുശ്രൂഷയിൽ കൂടെ ഞാൻ താങ്കളെ ആഹ്വാനം ചെയ്യുകയാണ്. അല്ലേ? എങ്ങനെ എൻ്റെ നിത്യത ചിലവഴിക്കും, ഞാൻ എങ്ങനെ ആയിരിക്കും, ഏത് നിലയിലായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാൽ പാരവശ്യപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുന്ന ദൈവത്തിന്റെ പൈതലേ, താങ്കൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഈ ദൈവന ശുശ്രൂഷ ശ്രവിക്കുമ്പോൾ താങ്കൾ വിട്ടുകൊടുക്കുക. യെസ്, ഈ നല്ല ഇടയനെ എനിക്ക് കണ്ടുമുട്ടണം. ഒരുപക്ഷെ താങ്കൾ കഴിഞ്ഞകാല ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം, നല്ല ബന്ധത്തിൽ എത്തിയിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ ജീവിതത്തിന്റെ കടന്നുപോക്കിൽ വിവിധ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് പിന്മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ കൂടെ താങ്കളെ ഈ നല്ല ഇടയനാകുന്ന യേശുവിലേക്ക് മടക്കി വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത, ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത, ആർക്കും എടുത്തു കളയുവാൻ പറ്റാത്ത നിത്യജീവൻ നൽകുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ യേശു തമ്പുരാൻ. ഈ നല്ല ഇടയനാകുന്ന യേശുവിനെ കണ്ടുമുട്ടുവാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യണ്ട. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, യേശുവാകുന്ന നല്ല ഇടയ, അങ്ങയുടെ ഒരു നല്ല ആടായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആടുകളെ കുറിച്ച് വിചാരമുള്ള, ആടുകളുടെ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയുന്ന, ആടുകൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകുന്ന, ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് അവയെ നോക്കുവാൻ ഏൽപ്പിച്ച കൂലിക്കാർ വിട്ടുപോയാലും ഇവരെപ്പോൾ വിട്ടുപോകുന്നു എന്നു പോലും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഇടയൻ. ഓർക്കുക, ആ വേദപുസ്തക ഭാഗം എത്ര വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂലിക്കാരൻ ചെന്നായി വരുന്നത് കൊണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുമ്പോൾ, ഓർക്കുക, ആ ഓടിപ്പോകുന്ന സമയം എപ്പോഴാണെന്ന് പോലും നോക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരു നല്ല ഇടയൻ. അതാണ് നമ്മുടെ നല്ല ഇടയനാകുന്ന യേശു. അങ്ങനെ ഒരാളെ താങ്കൾ കണ്ടിട്ടുണ്ടോ? താങ്കൾ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തനാകാം, ഒരു സാമൂഹ്യ പ്രവർത്തനാകാം, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകാം, ഒരു കലാപ്രവർത്തനാകാം, എന്തുമായിക്കൊള്ളട്ടെ. ഇങ്ങനെ ഒരു നല്ല ഇടയനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ ദൈവവചനത്തിൽ കൂടെ ഞാൻ താങ്കൾക്ക് ഈ നല്ല ഇടയനാകുന്ന യേശുവിനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ 3 ഗുണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നല്ല ഇടയനാകുന്ന യേശു എന്ന് പറയുന്ന നമ്മുടെ ലോകരക്ഷകനായ കർത്താവ്. ഈ യേശുവിനെ കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടുന്ന വ്യക്തി ഒരിക്കലും വിട്ടുപോകുവാൻ തോന്നാത്തവണ്ണം നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ താങ്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ യേശുവാകുന്ന നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. മാത്രമല്ല, തനിക്കുള്ളയുമായി ഒരു അഭേദ്യമായ ബന്ധത്തിൽ എത്തിച്ചേരുന്നു. അന്യോന്യം ശബ്ദം തിരിച്ചറിയുന്നു. ഒരാൾ കരയുമ്പോൾ ആ കരച്ചിൽ ഇന്നതിനാണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല ഇടയൻ, അതറിഞ്ഞ് ആ ബന്ധത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ച് വേണ്ടത് നൽകുന്ന നല്ല ഇടയൻ. മൂന്നാമതായിട്ട് ഞാൻ പങ്കിടുവാൻ ആഗ്രഹിച്ചത്, ഈ നല്ല ഇടയൻ നമുക്ക് തൻ്റെ ആടുകൾക്ക് നിത്യജീവൻ നൽകുന്ന നല്ല ഇടയനാണ്. ഈ നല്ല ഇടയനാകുന്ന യേശുവിനെ കാണുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഒരു വിലയും കൊടുക്കണ്ട. സൗജന്യമായി തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മൾക്ക് വേണ്ടി ജീവൻ നൽകി നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കി നിത്യതയിൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, ഈ നല്ല ഇടയനെ എനിക്ക് കണ്ടുമുട്ടുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു.
അതുകൊണ്ട് ഞാൻ താങ്കൾക്കും പരിചയപ്പെടുത്തുകയാണ്, ഈ യേശുവാകുന്ന നല്ല ഇടയനെ താങ്കൾ കണ്ടുമുട്ടണം. താങ്കൾ അഭേദ്യമായ ഒരു ബന്ധത്തിൽ എത്തിച്ചേരണം. താങ്കൾ മറ്റുള്ളവർക്ക് ഈ നല്ല ഇടയനെ പരിചയപ്പെടുത്തണം. കാരണം നിത്യതയിൽ എത്തിക്കുവാൻ, നിത്യജീവൻ നൽകുവാൻ ഈ നല്ല ഇടയന് മാത്രമേ കഴിയുകയുള്ളൂ. 50, 60, 70, 80 സംവത്സരങ്ങൾ കൊണ്ട് ഈ ലോകത്തിന്റെ ആയുസ് നാം ഇവിടെ കെട്ടടങ്ങുമ്പോൾ യുഗായുഗങ്ങൾ കർത്താവിനോട് കൂടെ നിത്യതയിൽ ജീവിക്കണമെങ്കിൽ ഈ നല്ല ഇടയനുമായി അഭേദ്യമായ ബന്ധത്തിൽ വരണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഇടയന്റെ ഒരു ആടായി തീരുമ്പോൾ ഈ പറയപ്പെട്ട ഗുണഗണങ്ങൾ മുഴുവനും നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. കൂട്ടം തെറ്റാതെ ആ ഇടയന്റെ ഗൈഡൻസിന് അനുസരിച്ച് ഇടയനോട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. 23-ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമാണല്ലോ. അതിനകത്ത് എത്ര അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകുകയാണ്. നമുക്ക് വേണ്ട സമയത്ത് വെള്ളം നൽകുന്ന ഇടയൻ, വേണ്ട സമയത്ത് മേച്ചിൽപ്പുറം ഒരുക്കുന്ന ഇടയൻ, വേണ്ട സമയത്ത് അഭിഷേക തൈലം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഇടയൻ, വേണ്ട സമയത്ത് വിശ്രമം നൽകുന്ന ഇടയൻ. എന്താണ് നമുക്ക് വേണ്ടത്? താങ്കൾ ഇന്ന് വേദനയിൽ, ഒരുപക്ഷെ തങ്ങളുടെ കുടുംബ പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നം, ഒഫീഷ്യൽ പ്രശ്നത്തിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഇന്ന് വേദനയോടെ, സങ്കടത്തോടെ ഈ TV ശുശ്രൂഷ കേൾക്കുന്നുവെങ്കിൽ താങ്കൾക്ക് ഒരു നല്ല ഇടയൻ ജീവിക്കുന്നുണ്ട്. ഈ നല്ല ഇടയനെ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഇടയനുമായി ഇന്നൊരു ബന്ധത്തിൽ താങ്കൾ എത്തിച്ചേരണം. ഈ ഇടയനുമായിട്ട് എത്തിച്ചേരുമ്പോൾ ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് താങ്കൾ എത്തിച്ചേരും. ഇതുവരെ ഈ ലോകപ്രകാരം എന്തൊക്കെ സന്തോഷം അനുഭവിച്ചെങ്കിലും അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ അമിതമായി ഒരു സ്വർഗീയ സന്തോഷത്തിന്റെ പരിവൃതയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം താങ്കളെയും എന്നെയും ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് താങ്കൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഞാൻ 3 കാര്യം പറയുവാനാണ് ഈ ഭാഗത്തുനിന്ന് താല്പര്യപ്പെട്ടത്. നല്ല ഇടയൻ എന്ന ഈ TV വചന ശുശ്രൂഷ പരമ്പരയുടെ പേര് തന്നെ ഈ യേശു എന്ന നല്ല ഇടയൻ എന്ന ആദ്യത്തെ വചന ശുശ്രൂഷയിൽ കൂടെ ഞാൻ താങ്കളുമായിട്ട് പങ്കു ചെയ്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടെയായിരുന്നാലും താങ്കളുടെ വിഷമം, സങ്കടം എന്നിവ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചാൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ധന്യമായ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലോകരക്ഷകനായ യേശുവാകുന്ന നല്ല ഇടയനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കാണുവാൻ ദൈവം ഒരുക്കിയതിനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന, ഞങ്ങളുമായി അഭേദ്യമായി ബന്ധത്തിൽ എത്തിച്ചേരുന്ന, ഞങ്ങൾക്ക് നിത്യജീവൻ നൽകി തരുന്ന ഈ നല്ല ഇടയനുമായി ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സങ്കടത്തിൽ, ഭാരത്തിൽ, പ്രയാസത്തിൽ, വേദനയിലായിരിക്കുന്ന ഈ സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും നല്ല ഇടയനാകുന്ന യേശുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിച്ച് തങ്ങളുടെ ഹൃദയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ സമയത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി സമൃദ്ധിയിലേക്ക് നടത്തട്ടെ, എല്ലാ നന്മകളാലും പൊതിഞ്ഞുകൊള്ളട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളർന്നു വരുവാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളും നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അനേകരെ ഒരുക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ 1ാമത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
തുടർന്നുള്ള ശുശ്രൂഷകളും നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അനേകരെ ഒരുക്കട്ടെ എന്ന ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.